വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഈ ഒരു ഗോ ഡെയിലി എന്ന് പറയുന്ന ആപ്പിനെ പറ്റിയാണ്. ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഈ ഒരു ആപ്പ്. അപ്പോൾ ഞാൻ കുറേ റിവ്യൂസ് കണ്ടു ഈ ഒരു ആപ്പിനെ പറ്റിയിട്ട്. കുറേ ഓൺലൈൻ ചാനലിൽ നിന്ന് ഓൺലൈൻ ജോബിൻ്റെ വർക്ക് ഫ്രം ഹോം അങ്ങനെയുള്ളൊക്കെ ഓൺലൈൻ ജോബ് എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക 1 മണിക്കൂർ കൊണ്ട് ഇത്ര കിട്ടി, 2 മണിക്കൂർ കൊണ്ട് ഇത്ര കിട്ടി എന്നൊക്കെ പറയുന്ന കുറേ ചാനലുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചാനലിൽ നിന്ന് ഞാൻ ഒരു ചാനൽ കണ്ടിട്ട് അതിൽ അവർ പറയണ പോലെ ഡൗൺലോഡ് ചെയ്ത ഒരു ആപ്പാണ് ഗോ ഡെയിലി. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്പ് ഞാനിപ്പോൾ ഒരു 1 മന്തോളമായി ഇത് ഞാനിങ്ങനെ ചെയ്തിട്ട്. പക്ഷേ എനിക്കിത് 16 രൂപയായിട്ടുണ്ട്. 16 രൂപ. അതായത് അവരിങ്ങനെ പറയണത് ഇതിൽ കുറേ ടാസ്ക് ഉണ്ട്. വാച്ച് വീഡിയോസ്, ഇപ്പോൾ ഈ എന്താ പറയുക, റീഡ് 3 ആർട്ടിക്കിൾ, യു വിൽ റിസീവ് പുഷ് ആർട്ടിക്കിൾ ആഫ്റ്റർ റിസീവ് പുഷ് മെസ്സേജ് എന്നൊക്കെ പറയേണ്ടത്. ഇതൊന്നും എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതൊക്കെ എന്താണാവും. ഇവിടെ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, റീഡ് 3. ഈ പുഷ് ആർട്ടിക്കിൾ ഏതിലേക്കൊക്കെ വരുമെന്നൊക്കെ പറയുന്നത് അതൊക്കെ എന്താണാവോ. ഇതിവിടെ റീഡ് 1 ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അതിൽ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 4232 പോയിൻ്റ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. യു ഹാവ് വോൺ ഇത്രയും പോയിൻ്റ് കിട്ടിയെന്ന്. അപ്പം എനിക്കിവിടെ ആ പോയിൻ്റ് ഇവിടെ കയറിയിട്ടുണ്ട്. കുറച്ച് പോയിൻറ്റ്സ് ആയിട്ടാണ് ഇവിടെ കയറുന്നത്. ഇത് എന്താ പറയുക, നമ്മൾ കുറേ നേരം ഇരുന്നാൽ കുറച്ച് പോയിൻ്റായിട്ട് കയറും. ഇത് എന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഇങ്ങനെ ഓരോ ആർട്ടിക്കിൾ വായിക്കുക, ഇതിൽ പറ്റുള്ളൂ ഈ ആർട്ടിക്കിൾ വായിക്കുക. അല്ലാതെ ഈ ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്, അത് കളിച്ചാൽ പൈസ കിട്ടുന്നൊക്കെ. പക്ഷേ നമ്മൾ എത്രയെന്ന് വെച്ചിട്ട് ഗെയിം ഡൗൺലോഡ് ചെയ്യും? നമ്മുടെ ഫോൺ പിന്നെ എന്തിനെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ? ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊടുക്കണം. കണ്ടോ, റെഡ് ലൈൻ ഇങ്ങനെ വരുന്നത് കണ്ടോ? അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് നമ്മളിങ്ങനെ വായിക്കുന്ന പോലെ, ഓരോ ആർട്ടിക്കിൾ എടുത്ത് വായിക്കുന്ന പോലെ വായിക്കുക. ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ എന്താ ഒരു ഗിഫ്റ്റ് ബോക്സ് വന്നിട്ടുണ്ട്. അത് ഇതാക്കിയ ഒരു 414 അത്രയും പോയിൻ്റ് കിട്ടി. ഇനി ഇവിടെ നോക്കി നോക്ക്, ബാക്ക് അടിച്ച് നോക്കി വയ്ക്കുക ആ പോയിൻ്റ്. എന്താ ആ പോയിൻ്റ് ഇപ്പോഴും ആ ഒരു എന്താ പറയുക, ഒരു 6 lakh പോയിൻ്റാണ് എൻ്റെ കയ്യിൽ. 6,77,000 അത്രയും പോയിൻറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോഴും 16 രൂപയായിട്ടുള്ളൂ. മിനിമം ഇത് വിഡ്രോ ചെയ്യാനായിട്ട് 100 രൂപയാവണം. ഈ 100 രൂപയിലേക്ക് ആവണമെങ്കിൽ എത്ര ദിവസം എടുക്കണം, നമ്മൾ എത്ര ഇരുന്നാലാണ് ഈ 100 രൂപ നമുക്ക് കിട്ടുക? അപ്പം നമ്മുടെ ടൈം അത്രയും വേസ്റ്റാണ്. ഇത് ഇരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും, നമ്മളെല്ലാവരും വിചാരിക്കുക വർക്ക് ഫ്രം ഹോമൊക്കെ ഒരു എന്താ പറയുക, എന്തെങ്കിലും ചെയ്യുമ്പോൾ ദിവസം ഒരു 100 റുപ്പീസെങ്കിലും നമുക്ക് കിട്ടണ്ടേ, എന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിപ്പം എന്താ പറയുക, ഒന്നിനും തികയില്ല. ഇങ്ങനെ നമ്മൾ എത്ര നേരം ഈ ഫോണും പിടിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ പോയിൻ്റ് കിട്ടി എത്ര ദിവസം എടുത്താലാണ് ഒരു 100 രൂപയാവുക? അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഓൺലൈൻ ജോബ് ഇത്ര മണിക്കൂർ കൊണ്ട് ഇത്ര രൂപ കിട്ടും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അവർക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് കിട്ടി, നമ്മളിപ്പോൾ അത് ചെയ്ത് ഇതിപ്പം അവർക്ക് അവരവരുടെ ലിങ്ക് മറ്റേ യൂട്യൂബ് ചാനലുകാർ അവരുടെ ലിങ്ക് യൂട്യൂബ് ചാനലിൽ കൊടുക്കും. നമ്മളെല്ലാം ഇത് കണ്ട് ഇപ്പോൾ പൈസ ഉണ്ടാക്കാമെന്നും പറഞ്ഞ് ആക്രാന്തം പിടിച്ചിട്ട് അവരുടെ ലിങ്കിൽ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യും. അങ്ങനെ അവർക്ക് പൈസ കിട്ടും. അല്ലാതെ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഗുണവും ഇല്ല. ഇങ്ങനത്തെ വീഡിയോകളുണ്ട്, ഇങ്ങനത്തെ ആപ്പും ഉണ്ട്, ഒന്നും നേടാൻ പറ്റില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഇവിടെ റെഫറൽ ചെയ്തിട്ട് എനിക്ക് 2 നമ്പർ ഓഫ് ഇൻവിറ്റേഷൻ. ഞാൻ ആകെ എൻ്റെ വീട്ടിലെ 2 മൊബൈലിൽ
എൻ്റെ മക്കളുടെ 2 മൊബൈലിൽ ഞാനത് രജിസ്റ്റർ ചെയ്തു. അങ്ങനെ എനിക്ക് 2 രൂപ കിട്ടി. അപ്പം നമ്മൾ ഓരോരുത്തരും അവർക്ക് എന്താ പറയുക, നമ്മൾ അവരുടെ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അല്ലാതെ നമുക്ക് ഒന്നും കിട്ടാൻ പോണില്ല. ഇവിടത്തെ ക്യാഷ് ഔട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനിതിപ്പം ഒരു എന്താ പറയുക എമൗണ്ട് 100 ആയാലേ നമുക്ക് മിനിമം 100 റുപ്പീസെങ്കിലും ഉണ്ടെങ്കിലാണ് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് ഡൗൺലോഡ് ചെയ്യാനൊന്നും 100 റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്കിത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കിത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോഴൊക്കെ എന്ന് 100 റുപ്പീസ് ആവാനാണ് ദൈവത്തിനറിയാം. ദ ക്യാഷ് ഔട്ട് കണ്ടീഷൻ നീഡ് എന്താണ് 2 crore പോയിൻറ്റ്സ് ടു ക്യാഷ് ഔട്ട് ദിസ് എമൗണ്ട്. അതായത് ഈ എമൗണ്ട് ആവണമെങ്കിൽ 2 crore പോയിൻറ്റ്സ് വേണം. എന്നാവാനാണ്? ഇനിയിപ്പം 100 രൂപ എടുക്കണമെന്ന് വിചാരിക്കാം. 100 രൂപ എടുക്കണമെങ്കിൽ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ എത്രയാണ് 40 lakh പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ എനിക്ക് 100 രൂപ കിട്ടും. അപ്പോൾ ഒരു വർഷം എടുത്തിട്ട് ഈ പോക്ക് പോവുകയാണെങ്കിൽ ഒരു 1 ഇയറിൽ 40 lakh കിട്ടുമായിരിക്കും. 1 ഇയർ ആകുമ്പോൾ എനിക്കൊരു 100 രൂപ ഇതിന്ന് ഏൺ ചെയ്യാൻ പറ്റുമായിരിക്കും. അല്ലാതെ ഒന്നും നടക്കാൻ പോണില്ല. വെറുതെ നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയരുത്. ആ നേരം നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ടിട്ട് അത് ഇതിനേക്കാളും ഭേദമാണെന്ന് തോന്നുന്നു. യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റണവർ അങ്ങനെ വരുമാനം ഉണ്ടാക്കുക. അല്ലാതെ ഈ ഗോഡൈലി ഒന്നും വിചാരിച്ച് ഗോഡൈലി അങ്ങനത്തെ കുറേ ആപ്പുകളുണ്ട്. ഈ ആപ്പൊന്നും വിചാരിച്ചിട്ട് നമുക്ക് ഒരു പൈസയും കിട്ടാൻ പോണില്ല. ഇവിടുത്തെ ഏൺ മണി ടാസ്ക് എന്ന് പറയും. ഏൺ മണി ടാസ്ക് ഇത് പോകുമ്പം ഇതിങ്ങനെ കുറേ ഗെയിമാണ്. ഈ ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. നമുക്ക് എന്തെങ്കിലും പിന്നെ ഈ ഫോൺ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ആപ്പിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനിയൊക്കെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അവർ പറയുന്ന ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളെ കാര്യം നോക്കിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളൂ.